അല്ല, അവർ ഉപദ്രവിക്കണ്ടെന്ന് പറ. പോയില്ല, ഒരാളെ ഒന്നുമില്ല വിശദീകരണം, മൊഴി തന്നെ ഒന്നുമില്ല. അവര് ആ പത്രത്തിൽ വന്ന പ്രസ്താവനയില്ലേ, പത്രത്തിൽ പ്രസ്താവന വന്നല്ലോ, അതേപ്പറ്റി അവർ അന്വേഷിക്കാൻ വന്നു. കളക്ടർ പറഞ്ഞിട്ട് അന്വേഷിക്കാൻ വന്നതാണ്. അങ്ങനെ ഒരു വെളിപ്പെടുത്തലാണെന്നൊക്കെ, അതൊക്കെ യഥാർത്ഥമാണോ? അത് തന്നെയാണ് സാർ ഞാനിപ്പോൾ കളക്ടർ പറഞ്ഞിട്ടൊരു എന്നെ കണ്ട് എൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയല്ലോ അവർ. അപ്പോൾ അവരതിൻ്റെ ആവശ്യമായ തീരുമാനം എടുക്കട്ടെ. ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല. എനിക്ക് പ്രത്യേക പ്രശ്നമൊന്നുമില്ല. ഒന്നും പറയാനില്ല കേട്ടോ. ശരി. അല്ല, അവരിതേപ്പറ്റിയൊക്കെ ചോദിച്ചത്. അതെ, അതേപ്പറ്റി മാത്രം, അതേപ്പറ്റി മാത്രം, വേറെ ഒന്നുമല്ല. തുടർന്ന് അവർ റിപ്പോർട്ട് കളക്ടർക്ക് കൊടുക്കും, അത്രേ ഉള്ളൂ. കളക്ടർ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ചെയ്യട്ടെ. അന്വേഷണം കഴിഞ്ഞല്ലോ, നമ്മുടെ അന്വേഷണം കഴിഞ്ഞു. അവിടെ അങ്ങനെ പോകണം. അതൊരു പൊതുപരിപാടിയാണ്. ഞാനൊരു പ്രസംഗം നടത്തിയ കാര്യത്തെ പറ്റിയല്ലേ, അതേപ്പറ്റി ഇപ്പോൾ പ്രസംഗം റെക്കോർഡിക്കലായിട്ടുള്ളതല്ലേ, അതിനകത്ത് എന്താണോ ഉള്ളത് വ്യത്യാസപ്പെട്ട റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ടാവും. ഒന്നും സാരമില്ല. ഗവൺമെൻറ് എന്തായാലും, ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഗവൺമെൻറ് അല്ല. അവർ എന്നോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി, ഞാൻ അവരോട് കാര്യങ്ങൾ പറഞ്ഞു. ഒരു മാന്യമായ തരത്തിൽ ആ കാര്യം ഡീൽ ചെയ്തു. നമ്മളും അങ്ങനെ തന്നെ മാന്യമായി ചോദിച്ചു, അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. ശരി. അല്ല, പണ്ടങ്ങാണ്ട് ഒരു ശ്രീമതി ടീച്ചറെ, അത് ഞങ്ങൾ ആദ്യത്തെ VS ഗവൺമെൻറ്, ശ്രീമതി ടീച്ചറെ ആരോ എന്തോ ചീത്ത പറഞ്ഞായിരുന്നു. അപ്പോൾ ചീത്ത പറഞ്ഞതിനവിടെ ട്രിവാൻഡ്രം മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു കേസ് ഉടനെ ഒരാൾ കൊണ്ട് കൊടുത്ത് ഫയൽ ചെയ്തായിരുന്നു. അപ്പോൾ ഞാനെന്തോ പറഞ്ഞു, അതിൻ്റെ പേരിലൊരു കേസിൻ്റെ പേര് വന്നിരുന്നു. പക്ഷെ അത് ആ കേസ് തള്ളിപ്പോയി. എന്തിനു ഭയക്കണം? അതിനെന്തിനാ എന്തിനാ ഭയക്കുന്നത്? ഞാൻ കൊലക്കുറ്റമൊന്നും ചെയ്തില്ല, പിന്നെ എന്തിനാ ഭയക്കുന്നത്? ഇതൊക്കെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, കേട്ടല്ലോ. ശരി. തപാൽ വോട്ടുകൾ തിരുത്തിയെന്ന വിവാദ പ്രസ്താവന, അതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ മൊഴി, സുധാകരന്റെ മൊഴിയെടുക്കാൻ പുന്നപ്രയിലെ വസതിയിൽ തഹസീൽദാർ എത്തിയിരുന്നു. മൊഴിയെടുത്തതിന് ശേഷം മാധ്യമപ്രവർത്തകർ അവരുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഞാനങ്ങനെ കൊലക്കുറ്റമൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഭയമില്ല, ഭയപ്പെടാനുള്ള കുറ്റങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ ഒരു പ്രസംഗത്തിലുണ്ടായ പരാമർശമാണ്, അതിനെക്കുറിച്ച് ചോദിക്കാനാണ് വന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അമ്പലപ്പുഴ തഹസീൽദാരാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി മൊഴിയെടുത്തത്. കൂടുതൽ വിവരങ്ങളുമായി മനീഷ് മഹിപാലാണ് നമുക്കൊപ്പം ചേരുന്നത്. മനീഷ്, ഈ ചോദ്യങ്ങൾക്കൊന്നും തന്നെ അദ്ദേഹം അങ്ങനെ കൃത്യമായൊരു മറുപടി പറഞ്ഞു എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ ഭയമില്ല, തൻ്റെ പ്രസംഗത്തിലെ ഒരു പരാമർശമല്ലേ, അതിനെക്കുറിച്ച് ചോദിക്കാനെത്തി കൃത്യമായി താൻ വിവരങ്ങൾ നൽകുകയും ചെയ്തു, അത്രേ സംഭവിച്ചുള്ളൂ എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത്. സ്മിത, അത് തന്നെയാണ്. ഇത് ഒരു സാധാരണ ഒരു രീതി എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഇതിനൊരു അസ്വാഭാവികതയില്ല, താൻ അങ്ങനെ ഭയക്കേണ്ട ആവശ്യമില്ല, കുലക്കുറ്റമൊന്നും താൻ ചെയ്തിട്ടില്ല. തനിക്ക് മുൻപ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു, ശ്രീമതി ടീച്ചറുമായി ബന്ധപ്പെട്ട ഒരു പരാമർശത്തിൽ തനിക്കെതിരെ കേസ് എടുത്തിരുന്നു. അങ്ങനെ മുൻകാല അനുഭവം അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഒട്ടും നിരാശനോ അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ അത് ഇങ്ങനൊരു സംഭവം ഒന്ന് കേസെടുക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിർദ്ദേശിച്ചു. അതിലൊന്നും ഒട്ടും ക്ഷീണിതനോ അല്ലെങ്കിൽ നിരാശനോ അല്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ നിലവിലത്തെ ഒരു ശരീരഭാഷ കൊണ്ടും അദ്ദേഹത്തിൻ്റെ പ്രതികരണം കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടെ എത്തിയ അമ്പലപ്പുഴ തഹസിൽദാർ അൻവർ വ്യക്തമാക്കുന്നത്, ജില്ലാ കളക്ടർക്ക് ഇന്ന് തന്നെ ഇത് സംബന്ധിച്ച മൊഴിയെടുത്തതിൻ്റെ റിപ്പോർട്ട് ഇന്ന് തന്നെ അദ്ദേഹത്തിന് ജില്ലാ കളക്ടർക്ക് കൈമാറും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിർദ്ദേശം ഇന്ന് തന്നെ ഇത് സംബന്ധിച്ച് അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കണം, കേസ് രജിസ്റ്റർ ചെയ്യണം, തുടരന്വേഷണത്തിലെ റിപ്പോർട്ട് തന്നെ ഹാജരാക്കണമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടറോട് അറിയിച്ചിട്ടുള്ളത്. 1951 ജനപ്രാതിനിധ്യ നിയമത്തിന്റെ കടുത്ത ലംഘനമാണ് G. സുധാകരൻ നടത്തിയിട്ടുള്ളത്.
നടത്തിയിട്ടുള്ളത് എന്നുള്ള ഒരു തരത്തിലുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം നടത്തിയിട്ടുള്ള ഗുരുതരമായിട്ടുള്ള നിയമലംഘനമാണ് എന്ന തരത്തിൽ അദ്ദേഹത്തിനെതിരെ നിയമ നടപടി കൈക്കൊള്ളണം എന്ന നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്താണെങ്കിൽ അദ്ദേഹം ഇന്നലെയാണ് ഈ രീതിയിൽ ഒരു വിവാദ പ്രസംഗം നടത്തിയത്. NGO യൂണിയൻ്റെ, അതായത് CPM തന്നെ സർവീസ് സംഘടനയായ NGO യൂണിയൻ്റെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു മുൻപേ നടന്ന ഒരു ചടങ്ങിലാണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് 36 വർഷങ്ങൾക്ക് മുൻപ് 1989 വക്കം പുരുഷോത്തമനും KV ദേവദാസനും ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച സമയത്ത് 36 വർഷങ്ങൾക്ക് മുൻപ് ആലപ്പുഴ CPIM DC ഓഫീസിൽ വെച്ച്, അതായത് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് അന്ന് വന്ന തപാൽ വോട്ടിൽ കൃത്രിമം നടത്തി അത് ആ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തൽ വരുത്തിക്കൊണ്ട് പാർട്ടി, അതായത് തെരഞ്ഞെടുപ്പ് ഓഫീസിലേക്ക് കൈമാറി എന്നുള്ള ഗുരുതരമായ വെളിപ്പെടുത്തൽ അദ്ദേഹം നടത്തുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടി നേതൃത്വം ഇപ്പോഴും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പാർട്ടി നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണത്തിലെ പ്രാദേശിക തലത്തിലോ സംസ്ഥാനത്തിലോ ഒരു നേതാവും തയ്യാറായിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, G. സുധാകരനെ കടന്നാക്രമിക്കാൻ ഇവിടെ കോൺഗ്രസും തയ്യാറാകുന്നില്ല എന്നുള്ളൊരു കാര്യം, ഒരു വിലയിരുത്തൽ കൂടിയുണ്ട്. ഇപ്പോൾ കോൺഗ്രസ്സുകാർ നേതാക്കളൊക്കെ തന്നെ പ്രതികരിക്കുന്നത് G. സുധാകരൻ ഇപ്പോഴെങ്കിലും കുറ്റസമ്മതം നടത്തിയല്ലോ, അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള തുറന്നു പറച്ചിലിനെ അഭിനന്ദിക്കുന്നു. പക്ഷേ ഇനിയും ചില കാര്യങ്ങൾ തുറന്നു പറയേണ്ടതുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൊക്കെ തന്നെ CPIM കാണിക്കുന്ന ഇത്തരത്തിലുള്ള കൃത്രിമ കാര്യങ്ങളെ പറ്റിയുള്ള ഇനിയും വസ്തുതകൾ അദ്ദേഹം തുറന്നു പറയണമെന്നാണ് ഒരു വിമർശനമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. എന്തായാലും നിയമ നടപടികൾ ഒരു വശത്ത് സമാന്തരമായി തന്നെ ഉണ്ടാകും. അദ്ദേഹത്തിനെതിരെ ഇന്ന് തന്നെ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഇന്ന് CPIയുടെ കടക്കരപ്പള്ളിയിലെ ഒരു പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ G. സുധാകരൻ ഇന്ന് വൈകിട്ട് 4 മണിക്ക് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് അവിടെ പോകുമോ എന്നുള്ള ചോദ്യം, അദ്ദേഹം പോകുന്നത് ഒരു പൊതുപരിപാടിയാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ 4 മണിയാണ് അദ്ദേഹം എന്താണെങ്കിലും ആ പരിപാടിയിലെത്തും. ഒപ്പം തന്നെ അവിടെ ഒരു പൊതുപരിപാടിയിൽ അദ്ദേഹം മറ്റു ചില കാര്യങ്ങൾ വ്യക്തമാക്കുമോ എന്ന് നോക്കി കാണേണ്ടതുണ്ട്. എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട പ്രസംഗത്തിൽ താൻ പറഞ്ഞ കാര്യം അത് വസ്തുതയാണോ, തൻ്റെ തുറന്നു പറച്ചിലാണോ, വെളിപ്പെടുത്തലാണോ, അത് ഉള്ളത് തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം മാധ്യമപ്രവർത്തകർ ചോദിച്ചതിന് മൗനം മാത്രമായിരുന്നു. അദ്ദേഹം അത്തരം കാര്യങ്ങൾ എന്താണെങ്കിലും വിശദീകരിച്ചിട്ടില്ല. ഇനിയിപ്പോൾ അത് കോടതിയുടെ പരിഗണനയിലും നിയമവ്യവസ്ഥയുമായിട്ട് അടുത്ത് നിൽക്കുന്ന കാര്യമായതുകൊണ്ട് അത്തരം കാര്യങ്ങൾ അദ്ദേഹം ഒരു മറുപടിയോ പ്രതികരണമോ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഇതുമായി ബന്ധപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് പോലും ഒരു പ്രതികരണം പോലും അദ്ദേഹത്തെ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ നടത്തിയിട്ടില്ല എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. ആലപ്പുഴയിലടക്കം സംസ്ഥാനത്ത് 50 വർഷത്തിലധികം CPMന്റെ മുന്നണി പോരാളിയായി നിന്ന കരുത്തുറ്റ നേതാവ് അത് തന്നെയാണ് മനീഷ്. ഈ വിഷയത്തിൽ ആരും തന്നെ പ്രതികരിച്ചു കണ്ടില്ല എന്നുള്ളതും അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കാരണം ഇത് G. സുധാകരൻ എന്ന ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ലല്ലോ. ഇതിലൊരു നടപടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ മൊഴിയെടുപ്പിന് ശേഷം അമ്പലപ്പുഴ തഹസീൽദാർ നമ്മളോട് പ്രതികരിച്ചിരുന്നു. ആ പ്രതികരണത്തിലേക്ക് നമുക്കൊന്ന് പോകാം. റിപ്പോർട്ട് കൊടുക്കുന്നത് ഇപ്പം കളക്ടറെ കൊടുക്കും, ജില്ലാ കളക്ടർ ഇന്നലെ കൊടുക്കുന്നത്, ഇപ്പം തന്നെ കൊടുക്കും, പൂർണ്ണമായി മൊഴിയെടുത്തതിന് ശേഷം ജില്ലാ കളക്ടർ തീരുമാനിക്കും ബാക്കി എന്ത് ചെയ്യണം. ഓക്കെ, അതെ അതെ അതെ, ഇല്ല വന്നിട്ടില്ല, ജില്ലാ കളക്ടർ തീരുമാനിക്കുന്നതാണ്. ഈ റിപ്പോർട്ട്, മൊഴിയെടുത്തതിന്റെ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് നൽകും. അതിനുശേഷമാകും അടുത്ത നടപടി എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത്. അമ്പലപ്പുഴ തഹസീൽദാറാണ് അവിടെ എത്തി സുധാകരന്റെ പുന്നപ്രയിലെ വസതിയിലെത്തി മൊഴിയെടുത്തത്.